ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. റിലേഷൻഷിപ്പിലുള്ള ഒട്ടുമിക്ക ആളുകളുടെയും ഒരു പ്രശ്നമായിരിക്കും, ഞാൻ സ്നേഹിക്കുന്നത് പോലെ അവൾ എന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ പണ്ടത്തെ അത്ര സ്നേഹമൊന്നും അവൾക്കിപ്പോൾ എന്നോടില്ല എന്നത്. എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് നിങ്ങളോട് സ്നേഹം തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ അവൾ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, വാക്ക് കൊടുക്കലാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ചിലപ്പോൾ അവൾക്ക് വേറെ വെഡ്ഡിംഗ് ഒക്കെ അവളുടെ പേരൻസ് നോക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ടെൻഷനും കൊണ്ടൊക്കെ ആയിരിക്കും പഴയതുപോലത്തെ ഒരു സ്നേഹമൊന്നും അവൾ ഇപ്പോൾ നിങ്ങളോട് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അവളോട് പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് പറയാം, എന്ത് പ്രശ്നം വന്നാലും, ജീവിതത്തിൽ ആരെയൊക്കെ വിട്ടുകളയേണ്ട അവസ്ഥ വന്നാലും നിന്നെ ഞാൻ വിട്ടുകളയത്തില്ല, നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും, ഇത് എൻ്റെ വാക്കാണ്, നീ അല്ലാതെ വേറെ ആരും എൻ്റെ മനസ്സിലില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ അവളോട് പറഞ്ഞ് അവളെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അവളോടുള്ള നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം എത്രമാത്രമാണ് എന്ന്. പിന്നീട് അവളുടെ പഴയതുപോലെ, അതായത് ആദ്യമേ നിങ്ങൾ എങ്ങനെ സ്നേഹിച്ചിരുന്നോ അതേപോലെ വീണ്ടും അവൾ നിങ്ങളെ സ്നേഹിക്കാനും ആ സ്നേഹം ഒക്കെ വീണ്ടും പ്രകടിപ്പിക്കാനും തുടങ്ങും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഒരു കാര്യം എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പാലിക്കാൻ കൂടി ഒന്ന് ശ്രമിക്കണം. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വഴക്കിടാതിരിക്കുകയാണ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഗേൾസിനൊക്കെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം മതി. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കേൾക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെടായിക അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ മുഖമൊക്കെ വീർപ്പിച്ച് നിങ്ങളോട് പിണക്കം കാണിക്കലൊക്കെ എല്ലാ ഗേൾസും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ കാര്യം ഓർത്തിട്ട് ഇങ്ങനെ വിഷമിച്ച് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ പോയി സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ എന്നൊക്കെ ആയിരിക്കും വെക്കത്തുള്ളൂ. ഇത് ആദ്യമേയൊക്കെ നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല, പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും എന്താണെങ്കിലും നിങ്ങൾക്കും ദേഷ്യം വരും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അവളോട് വഴക്കുണ്ടാക്കും. ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ സ്നേഹത്തിൽ ആ കാര്യം എന്താണെന്ന് അവളോട് ചോദിക്കുക. അതായത് നിങ്ങൾ വഴക്കിടാതെ സ്നേഹത്തിൽ വേണം എല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഇഷ്ടം അവളോട് പറയുക. അതായത് നീ എൻ്റെ ജീവനാണ്, നിന്നെ അല്ലാതെ വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കില്ല, നീയാണ് എൻ്റെ എല്ലാം, എൻ്റെ സന്തോഷവും സങ്കടവും സൗഭാഗ്യം ഐശ്വര്യം എല്ലാം നീയാണ്, നീ മാത്രമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അവളോട് പറയാവുന്നതാണ്. നിങ്ങൾ ഇത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ആ ഒരു പെൺകുട്ടി നിങ്ങളോട് ഓപ്പണായിട്ട് പറയും. അതുമാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൾ യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു പെൺകുട്ടി മിണ്ടുന്നില്ല അല്ലെങ്കിൽ പഴയതുപോലെ സ്നേഹം കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും വഴക്കിടാനൊന്നും പോയേക്കരുത്. എല്ലാം സ്നേഹത്തിൽ വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹെൽപ്പാണ്. അതായത് സഹായം. നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം, അവൾ വേണമെങ്കിൽ വന്ന് പറയട്ടെ എന്നിട്ട് ചെയ്തു കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കാതെ അവൾ നിങ്ങളോട് പറയുന്നതിൻ്റെ മുമ്പായിട്ട് ആ ഒരു സഹായം നിങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ അവൾ പറയാതെ ഒരു ഹെൽപ്പ് നിങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രമാത്രം ആ ഒരു പെൺകുട്ടിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. ഇതും അവൾ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു കാര്യമാക്കി മാറ്റുന്നതാണ്. അതായത് അവൾ അവളുടെ സ്നേഹം നിങ്ങളോട് പഴയതുപോലെ കാണിച്ചു തുടങ്ങും. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സമ്മാനമാണ്. അതായത് ഗിഫ്റ്റ്. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് നല്ല നല്ല ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾ രണ്ടുപേരുടെയും പേരെഴുതിയതോ അല്ലെങ്കിൽ ഫോട്ടോ വെച്ചിട്ടുള്ള ഗിഫ്റ്റുകൾ, അതായത് കപ്പിലിപ്പോൾ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പേഴ്സിൽ ഇതിലൊക്കെ ഫോട്ടോയും അല്ലെങ്കിൽ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് ഗിഫ്റ്റുകൾ ഉണ്ടാക്കാമല്ലോ. അങ്ങനത്തെ ഗിഫ്റ്റുകൾ, ചോക്ലേറ്റുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങി അവൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ അവളുടെ ഉള്ളിലുള്ളൊരു സ്നേഹം നിങ്ങളോട് തുറന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് ഇങ്ങനത്തെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടി നല്ല ഹാപ്പിയാകും. അതേപോലെ തന്നെ പഴയതുപോലെ തന്നെ അവൾ നിങ്ങളെ സ്നേഹിക്കാനും തുടങ്ങും. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണേ, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.